ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. പതപ്പ, നാക്ക്, കരള്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കിയാലോ, നല്ല നാടൻ രീതിയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയില്ലേ, അതിൽ നിന്ന് തുടങ്ങാം. പതപ്പ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്, പതിരെന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന സാധനങ്ങൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൂടെ 2 കാന്താരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ പതപ്പ നല്ല ഒലച്ചിങ്ങനെ കഴുകണം. അതിനകത്ത് ഇങ്ങനെ ഒരു ബ്ലഡ് ക്ലോട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അപ്പം നന്നായിട്ട് ഒലച്ചൊലച്ച് കഴുകണം. ഒരുപാട് പ്രാവശ്യം കഴുകി എടുത്താലേ അത് നേരെയാവുള്ളൂ. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും നമ്മൾ ഈ ചതച്ച് വെച്ച കൂട്ടിനകത്തുനിന്ന് ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഞാനിപ്പോൾ ഒരു തവിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ വരട്ടി കൊടുത്താൽ നല്ലതാണ്. കൊച്ചു പിള്ളേർക്ക് കുരുമുളകിലൊക്കെ വരട്ടി കൊടുത്താൽ നല്ലതാണെന്ന് ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് മമ്മിയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് വെള്ളമുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു 6-7 ചെറിയുള്ളി അരിഞ്ഞതും ഇച്ചിരി കറിവേപ്പില വേണം. എന്നിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് നമ്മളതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി, പിന്നെ ആ മിക്സിക്കകത്ത് ബാക്കി ഉണ്ടായിരുന്നില്ലേ ക്രഷ് ചെയ്ത സാധനങ്ങൾ, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പതപ്പയുടെ സ്ഥിതി ഒന്ന് നോക്കാം. അതിൽ കണ്ടോ, അതിൽ വെള്ളമുണ്ട്. ഞാൻ വെള്ളം ചേർക്കണ്ടായിരുന്നു അല്ലേ. സാരമില്ല, നമ്മളത് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെള്ളം വറ്റിച്ചെടുക്കും. നമ്മുടെ ഉള്ളിയും ഇഞ്ചി കൂട്ടുകളെല്ലാം ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നാൽ മതിയാവും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത്. നമുക്കിനി അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മുളക് പൊടിയും മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുന്ന പതപ്പ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലക്കൂട്ടും ഈ എല്ലാ പതപ്പയും നല്ലോണം യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൽ വെള്ളമയം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഇതൊന്നും അവിടെ 2-3 മിനിറ്റ് ഒന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പതപ്പ വരട്ടിയത് റെഡിയായി. ഇതൊന്നിരുന്നൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കുവാണേ. ഉപ്പ് എരിവൊക്കെ പാകത്തിനാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2 പച്ചക്കറിവേപ്പിലയും 1 പിഞ്ച് ഗരം മസാലയും കൂടെ ഒന്ന് തൂകി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ പതപ്പ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലപ്പോഴും ഒക്കെ ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ. ഇപ്പോൾ കൊച്ചു പിള്ളേരാണെങ്കിൽ നമുക്കതിൻ്റെ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാം. പിന്നെ ആദ്യം ചതച്ച പച്ചമുളകിൻ്റെ അളവും അതിനകത്ത് കാന്താരി ഒഴിവാക്കിയിട്ട് പച്ചമുളകിൻ്റെ അളവും കുറച്ചിട്ടാണെങ്കിൽ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ചോറോ എന്തിൻ്റെ കൂടെ ഇത് പോകും കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പാലപ്പമാണ്. പാലപ്പം ഇവിടെ നടുഭാഗം കട്ടി കുറഞ്ഞ പാലപ്പമാണ് ഇവിടെ ഇഷ്ടം. അതായത് മൊത്തത്തിലൊന്ന്
ഒരേപോലെ മുരിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ വയനാടൻ കട്ടൻ കാപ്പി തിളച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മുരുമരാന്നുള്ള പാലപ്പവും നല്ല കുരുമുളകിൽ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ ബീഫിൻ്റെ പതപ്പേ, കൂടെ നല്ല ചൂട് കട്ടൻ കാപ്പി. അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് മാർക്കറ്റിൽ നേരിട്ട് പോയാൽ കിട്ടത്തില്ല, വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. അതും നേരത്തെ നമ്മൾ പറഞ്ഞ് ഓർഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ നിങ്ങളുടെ ഒരു വാല്യുബിൾ കമൻറ്റും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ, നിങ്ങളുടെ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ ഉണ്ടാക്കുന്നതിന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ നാക്കും കരളിൻ്റെയും ഫ്രൈ ഉണ്ടല്ലോ, അടുത്ത വീഡിയോയിൽ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.